ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ജോമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ കാലമായി ഇങ്ങനെ ഒരു ഇൻട്രോ ചെയ്തിട്ട്. പണ്ടൊക്കെ ആദ്യ കാലങ്ങളിൽ ഇങ്ങനെയായിരുന്നു. ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ജോമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ പറയുമായിരുന്നു. ഇപ്പോൾ ഒന്നും പറയത്തില്ല. ഇപ്പോൾ ചുമ്മാ കാണാൻ പോളം അങ്ങ് വീഡിയോ എടുക്കുക. കഴിഞ്ഞ ദിവസം എൻ്റെ സബ്സ്ക്രൈബർ പ്രീതി കൊച്ചു പറഞ്ഞു, പിന്നെ ഫുൾ വീഡിയോ എല്ലാ ദിവസവും ഇടാൻ നോക്കുന്നൊക്കെ പറഞ്ഞ് എന്നെ ഉപദേശിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇനിയിപ്പം എല്ലാ ദിവസവും ഫുൾ വീഡിയോ അങ്ങ് ചെയ്യാമെന്ന്. അപ്പോൾ എല്ലാവർക്കും ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ജോമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ആരൻ പോയി, പിന്നെ ആഷറിൻ്റെ മെസ്സേജ് വന്നില്ല, കുറച്ചുകൂടെ കഴിയും. ഹസ്ബൻഡിൻ്റെ മെസ്സേജ് ഞാൻ അയച്ചതിൻ്റെ ആരൻ്റെ എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ വന്നു. നമ്മളുടെ ബോർഡ് എക്സാമിൻ്റെ ഇന്ന് രാവിലെ എൻ്റെ ചേച്ചി, കസിൻ സിസ്റ്റർ മായ ചേച്ചി, പിന്നെ കളക്ടറേറ്റിലായതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് അവരുടെ ന്യൂസിനകത്ത് പെട്ടെന്ന് തലേദിവസം രാത്രി 9 മണിയൊക്കെ ആകുമ്പോൾ എല്ലാ ന്യൂസുകളും വരും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് എല്ലാം അയച്ചു തരും. അപ്പോൾ ഞാനത് രാവിലെ എഴുന്നേറ്റപ്പോഴേ കണ്ടപ്പോഴേ ഞാൻ സ്കൂളിൻ്റെ ഓണർക്കും പിന്നെ ഓഫീസിലെ ഫോൺ നമ്പറിലും മൊബൈൽ നമ്പറിലും ഇട്ട് കൊടുത്തേ. അപ്പം ആരൻ 7:30 പോയി കഴിഞ്ഞാൽ ഒരു 7:45 ഞാൻ ചുമ്മാ ഫോൺ വാതിക്കെ ആരനെ അങ്ങോട്ട് താഴെ ഇറക്കി വിട്ടിട്ട് ഫോണൊക്കെ നോക്കി വാതിക്കെ ഗപ്പിക്ക് തീറ്റയൊക്കെ കൊടുത്തൊരിപ്പില്ലേ, കട്ടൻ കാപ്പിയും കുടിച്ച് പാത്രമൊക്കെ വായിച്ചു. അന്നേരം ഞാൻ ചുമ്മാ ഫോൺ നോക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ടൈം ടേബിൾ സഹിതം ഇട്ടിരിക്കുന്നു. ഫെബ്രുവരി 15 ബോർഡ് എക്സാം 10th പ്ലസ് 2 തുടങ്ങും. ഏപ്രിലേ തീരുള്ളൂ. 5 വിഷയമുള്ളത്. പക്ഷേങ്കിൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആദ്യം തീരും കേട്ടോ. ഫെബ്രുവരി 15 തുടങ്ങും. പക്ഷേങ്കിൽ 5 വിഷയം എന്ന് പറയുമ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ ഇങ്ങനെ ഒരു പരീക്ഷ കഴിഞ്ഞ് ഫെബ്രുവരി 15 ഇംഗ്ലീഷാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച ഇങ്ങനെ അവധി. പിന്നെ ഫെബ്രുവരി പിന്നെ 2 ആഴ്ചയില്ല. ഫെബ്രുവരി പിന്നെ 21 പിന്നെ 27 ഉണ്ട്. പിന്നെ മാർച്ചില്ല. അങ്ങനെ ഏപ്രിൽ വരെ 5 വിഷയം. അയ്യോ എൻ്റെ പൊന്നോ, ഇനി എനിക്ക് യാതൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ല. ടെൻഷൻ എന്ന് പറഞ്ഞ ടെൻഷൻ. 5 പുസ്തകങ്ങളും എടുത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം, അതിൻ്റെ ആൻസർ എഴുതണം. ഇനിയിപ്പോൾ ബുക്ക് വാങ്ങിക്കണം. പഴയ ബുക്കൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം ആ ബുക്കിലോട്ട് ഇനി ഓരോ വിഷയം 5 വിഷയത്തിൻ്റെ ക്വസ്റ്റ്യൻ എഴുതുക, അതിൻ്റെ ആൻസർ എഴുതി കൊടുക്കുക, അതെല്ലാം പഠിപ്പിക്കുക. അത് അതിനും പുറമെ ആരൻ്റെ ഇഷ്ടത്തിന് ആരനെ പഠിക്കാൻ സമ്മതിക്കുക. ഞാൻ പോയി കൂടെ ഇരിക്കുക. എനിക്കിനി ഉറക്കളപ്പം പിന്നെ എന്താ പറയുന്നത്, ജോലിഭാരവും കൂടുക. പകല് നമ്മുടെ എല്ലാ ഫുൾ കാര്യങ്ങൾ വീട്ടിലെ ചെയ്തിട്ട് പൊടിയുടെ കാര്യം, പെരയ്ക്കകത്തെ കാര്യം, പുറത്തെ കാര്യം, പച്ചക്കറി എല്ലാം പോയി നിൽക്കുക. അതൊക്കെ ഒന്ന് നോക്കണം. നമുക്ക് എല്ലാം കഴിക്കണം. അതെല്ലാം ഒന്ന് ഗ്രോ ബാഗ് എടുത്ത് പുറത്തോട്ട് മണ്ണ് കുടഞ്ഞിട്ടിട്ട് പുറയിലത്തെ നമ്മളുടെ ഇറക്കിയിട്ടിരിക്കുന്ന പച്ചമണ്ണില്ലേ കൃഷിക്ക്, അതെല്ലാം എടുത്ത് ഗ്രോ ബാഗ് ചാണകപ്പൊടി താഴത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അതൊക്കെ നിറക്കി. അങ്ങനെയൊക്കെ ഒത്തിരി പണിയുണ്ട്. ഹസ്ബൻഡ് പറഞ്ഞു ഒരാളെ നിർത്തി ചെയ്യിക്കാം. ഞാൻ നോക്കട്ടെ, ഒരാളെ കിട്ടുവാണെങ്കിൽ നിർത്തി അത് ഞാനിവിടെ കൂടി അതൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പം നല്ല കാലാവസ്ഥയാണ് പച്ചക്കറി നടാനേ. അപ്പം നമ്മൾ മടിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ പകൽ സമയത്ത് നമ്മുടെ കോഴിയുടെ കാര്യം, പരിക്കാത്ത കാര്യം, മിറ്റത്തെ കാര്യം, കൃഷിയുടെ കാര്യം, പിന്നെ നമ്മളുടെ യൂട്യൂബ്, പിന്നെ നമുക്ക് എല്ലാം കഴിക്കാൻ പാചകം. രാവിലെ മാത്രമേ ഇനി പാചകമുള്ളൂ. വൈകിട്ട് പാചകമൊന്നും പറ്റത്തില്ല. എന്നാലും എല്ലാം റെഡി ആക്കിയിരിക്കണം. ആരും വരുമ്പോൾ കുളിക്കുക, കഴിക്കുക, പിന്നെ ഇച്ചിരി നേരം വയലിൻ പ്രാക്ടീസ്, പാട്ട് കേൾക്കൽ, പിന്നെ ക്രിസ്ത്യാനിയിൽ അതൊക്കെ വെച്ച് കേൾക്കൽ എല്ലാം കഴിഞ്ഞിട്ട് ആരണ്യ പിന്നെ സന്ധിപ്രാർത്ഥന ഞങ്ങളുടെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കണം. പഠിച്ചിട്ട് ഇടയ്ക്ക് പിന്നെ കഴിപ്പൊക്കെ ഉള്ളൂ. ഡിന്നർ ഞങ്ങൾ വൈകുന്നേരം കഴിക്കുന്ന കാരണം പിന്നെ ഇച്ചിരി താമസിച്ചേ കഴിക്കത്തുള്ളൂ. കാരണം കിടക്കാനായിട്ട് 1 മണി 2 മണിയൊക്കെ ആവുകയെ. ആരണെ ഒത്തിരി എഴുതാനുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അസൈൻമെൻ്റ് ഒന്നും ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോൾ അതെല്ലാം കൂടെ ആകുമ്പോൾ 2 മണിയൊക്കെ ആവും കിടക്കുമ്പോൾ. അപ്പോൾ ഞാനും ഉറക്കളച്ചിരിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി താമസിച്ചേ ഉള്ളൂ. ഈവനിങ്ങിൽ കഴിച്ചാൽ ഡിന്നർ ഞങ്ങൾ ഇച്ചിരി രാത്രിയിലേ കഴിക്കത്തുള്ളൂ. അതിൻ്റെതായ ഒരു ഭക്ഷണം ഇങ്ങനെ ഒത്തിരി താമസിച്ച് കഴിക്കുന്നതിൻ്റെ ഒരു ഇതൊക്കെ വരും. അപ്പോൾ തന്നെ നല്ല എക്സസൈസ് അങ്ങോട്ട് ചെയ്യും. നമ്മുടെ ജേക്കൊച്ച് പറയുന്ന പോലെ അല്ല, കയ്യും കാലം വീശി നമ്മുടെ മുറ്റത്തൂടെ എല്ലാം നടന്ന് വേർത്തൊലിച്ച് നമ്മളിങ്ങനെ അങ്ങോട്ട് എക്സസൈസ് അങ്ങോട്ട് ചെയ്യും എപ്പോഴും അല്ലേ. കുനിയുവേ കണ്ടോ, കുനിയാൻ വല്ല പ്രശ്നമാണ്. ദൈവം സഹായിച്ച ഒരു പ്രശ്നമില്ല. കറണ്ട് പോയി. ഇൻവെർട്ടറിൽ 1 ലൈറ്റ് കത്തുന്നുണ്ട്, 2 ലൈറ്റ് കത്തുന്നുണ്ട്. കറണ്ട് തന്നെ ഇപ്പോൾ എപ്പോഴും ഇന്നലെയും പോയിട്ട് ഇനിയാന്നും പോയി, പകൽ പോകുന്നുണ്ട്. എന്നാന്നറിയാം, ഇപ്പോൾ സമയത്തറിയാം 9 മണി തൊട്ട് വല്ലോ 5 മണി വരെയൊക്കെ. എന്നാന്നറിയാം, ഇങ്ങനെ ഈ മരങ്ങളുടെ എല്ലാം കമ്പിറക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് ഇന്നലെ എൻ്റെ പൊന്നോ ചക്കപ്പഴം എന്നാ നല്ല ചുവന്ന കളറിലാണെന്നറിയാവോ. ഇത് കണ്ടോ, ഇത്രയും കൂടെ ഉണ്ട്. ഇതെൻ്റെ അമ്മയ്ക്ക് കൊടുക്കാനാണ്. ശരിക്കും ഇപ്പോൾ പഴുത്തു. അപ്പോൾ നല്ല മധുരമായിരിക്കും. അപ്പോൾ ഇത്രയും കൂടെ ഇനി പഴുത്തതുള്ളൂ. ഞാനൊരു ശകലം പോലെ ഇങ്ങനെ ശകലം ഞാൻ ഇന്നെടുത്ത് തിന്നും. എന്നിട്ട് ബാക്കി അമ്മയ്ക്കും അപ്പനോടെ കൊടുക്കും. ആ കറണ്ട് വന്ന് അപ്പനും അമ്മയ്ക്കും കൂടെ കൊടുക്കും. ആ മതിയല്ലോ. ബാക്കി അതിൻ്റെ ഫുൾ ഭാഗം ഞാൻ ഒറ്റയ്ക്ക് വെച്ചാലോ. ആരനെ ഞാൻ ഇന്നലെ ആ ബൗളിനകത്ത് എടുത്ത് വെച്ചില്ല. ഫുൾ ആരൻ വൈകുന്നേരം വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാനായിരുന്നു. ഞാൻ അല്ലാതെ അടുത്തി വേറെ കഴിച്ചായിരുന്നു. അയ്യോ, മിനിഞ്ഞാന്ന് രാത്രി ഒരു ചക്കപ്പഴം കഴിക്കാൻ തുടങ്ങിയത്. എന്നിട്ടേക്ക് പച്ചച്ചക്കയില്ലേ, അത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് കടലാസിട്ട് പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചു. എന്നാന്നറിയാമോ, എനിക്ക് ഇന്നലെ കണ്ടിക്കാൻ നോക്കിയിട്ട് കൈ പറ്റുന്നില്ല. പിന്നെ പാടാ, അത് ഭയങ്കര കട്ടിയാണ്. ഞാൻ 2 കത്തിയും അഴുക്കാക്കിയിട്ട് പോലും എനിക്കത് കണ്ടിക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ പൊതിഞ്ഞ് പിന്നെ രാത്രിയായേ. അപ്പോൾ പൊതിഞ്ഞ് ഞാനെടുത്ത് ആരണൊന്നും സമയമില്ല. ഇനിയിപ്പം കോടാലി എടുത്ത് ഇന്ന് ഞാൻ വേവിക്കുന്നില്ല. ഇന്ന് വേവിക്കാൻ ഒരു മൂടില്ല. ഇന്ന് അവിയൽ വെക്കാൻ പോവാം. പിന്നെ എന്നിട്ട് മീൻകറി ഉണ്ടല്ലോ, നമ്മുടെ അയലക്കറി ഇന്നലെ വെച്ചതാ. കാണാവോ, ഇന്നലെ വെച്ചതാ. ഇപ്പം ഞാൻ ചെറിയതായിട്ട് ചൂടാക്കി. ഒത്തിരി ചൂടാക്കല്ലേ, കറിയുടെ രുചി പോകും. ചെറുതായിട്ട് ചട്ടി ചൂടായാൽ മതി.
ചീരത്തോരൻ വെച്ചതൊക്കെ തീർന്നു. പിന്നെ ചേനമെഴുക്കോട്ടി ചെറുപയറ് ഒക്കെ തീർന്നു. ഇനിയിപ്പം മിനിഞ്ഞാന്ന് വെച്ച് ആ സാമ്പാർ രാവിലെ ഇഡലി കഴിച്ചതിൽ ബാക്കി വെച്ചിട്ടുണ്ട്. അത് അയലക്കറിയും പിന്നെ ഇച്ചിരി അവിയൽ ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ അതുകൂടെ ആകുമ്പോൾ പച്ചക്കറി ഒന്നും തീരുമല്ലോ. പച്ചക്കറി ഇരുന്നായിരിക്കാം. ശകലം ചേന ഇച്ചിരി മുരിങ്ങയും പടവലവും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിട്ടങ്ങ് നമുക്ക് ഇത് വെച്ചേക്കാം അവിയൽ. അപ്പോൾ ചോറൊക്കെ വറുത്തു. പണിയെല്ലാം രാവിലെ കഴിയും. എനിക്ക് രാവിലെ എല്ലാം തീർക്കണമല്ലോ, ഇഷ്ടമില്ല. പിന്നെ അലക്ക് ഇന്ന് രാവിലെ ഇന്നലെ ഉണ്ടായിരുന്നു, എല്ലാം വിരിച്ചു. പിന്നെ എന്തുവാ മുറ്റം രാവിലെ തൂത്ത്. ഞാൻ എന്നെ പിടിക്കാൻ നോക്കിയേ. രോഗമൊന്നും ഇല്ലെങ്കിലുണ്ടല്ലോ സൂപ്പറാണ് പിടിക്കുക. രോഗമുണ്ട് പിന്നെ വളിച്ച മുന്തയായിട്ട് എവിടെയെങ്കിലും ഇരിക്കും, അത്രേ ഉള്ളൂ. എന്നാലും മെഴഞ്ഞാന്നേലും എല്ലാം ചെയ്യും കേട്ടോ. പക്ഷെ എന്നാലും അങ്ങ് ദേഷ്യമൊക്കെ വരുവേ. മേലാതെ വന്നാൽ എനിക്ക് യേശുപ്പച്ചനോടും ദേഷ്യപ്പെടും. ഇങ്ങനെ ഇരിക്കാനാണോ എന്നെ ഈ ഭൂമിയിലോട്ട് വിട്ട് യേശുപ്പച്ചന് വേണ്ടിയൊക്കെ ജോലി ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങും, പരാതിയും വരും കേട്ടോ. അയ്യോ യേശുപ്പച്ചൻ എന്നെ കൊണ്ട് മടുത്തിരിക്കുമോ, സ്വസ്ഥത കൊടുക്കത്തില്ലേ. പിന്നെ ഇല്ലേ എൻ്റെ മുടി വർഷത്തിലൊന്നല്ലേ സ്മൂതനിങ് ചെയ്യുന്നത്. നമ്മുടെ 2019 മുതലേ ഞാൻ ഡൈയും ഒന്ന് പരീക്ഷിച്ചൊക്കെ നോക്കാൻ തുടങ്ങി. VIP ഷാമ്പു ഒരു വർഷമില്ല, ദൈവം സഹായിച്ചു ഇതുവരെ. ഞാൻ എപ്പോഴും പറയത്തില്ലേ. അപ്പോൾ ഞാൻ ഈയിടെ നാച്ചുറലായിട്ട് കുറേ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉലുവ ഡൈയും സവാളത്തൊലി ഡൈയും അങ്ങനെയൊക്കെ കണ്ടുപിടിച്ചല്ല ഓരോരുത്തരുടെ വീഡിയോ കണ്ടൊക്കെ യൂട്യൂബിൽ കണ്ടൊക്കെ ചെയ്തില്ലായിരുന്നു. പിന്നെ എനിക്ക് അതൊന്നും വന്നിട്ട് ഒരാഴ്ചയെ നിൽക്കുള്ളേ, കൂടുതൽ നിൽക്കത്തില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ദേഷ്യം വരും. എപ്പോഴും ആ മടിച്ചില്ലേ, എപ്പോഴും ഇതൊക്കെ ചെയ്യുന്ന നമുക്കൊരു ഇതല്ലേ. ചെയ്താൽ നല്ല മുടി വളരുമൊക്കെ ചെയ്യത്തില്ലേ. പക്ഷെ ഞാനിത് നടിച്ചിരുന്നു. നിങ്ങളെ വീഡിയോയ്ക്ക് അത് കാണിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ഞാൻ ഇതൊക്കെ ചെയ്യത്തുള്ളല്ലോ. എപ്പോഴും ഒന്നും ചെയ്യത്തില്ലല്ലോ. പക്ഷെ എൻ്റെ മുടി പൊടിയൊന്നും ഇല്ല കേട്ടോ. മുടിക്ക് തല നിറച്ച് മുടിയായി ഉള്ളുണ്ട്. ഈ താഴോട്ട് ഇങ്ങനെ വളരുന്ന മുടിക്ക് ഉള്ളില്ല, ഇങ്ങനെ കട്ടി വരുന്നില്ല. തല നിറച്ച് വളരുന്നതെല്ലാം നല്ലതായിട്ടുണ്ട്, തിക്കായിട്ടുണ്ട്. ദൈവം സഹായിച്ച് കഷണ്ടി ആകാതെ. അയ്യോ എൻ്റെ ഈ പ്രായത്തിലുള്ള എത്ര പേരെ ഞാൻ നോക്കുമ്പോൾ കഷണ്ടി ഇവിടെ മുഴുവൻ. എനിക്ക് പിന്നെ തലയോട്ടി നിറച്ച് മുടി ഉള്ളതുകൊണ്ട് അത് നന്നായി. പിന്നെ ഇത് സാരമില്ല, പോണിറ്റയിലൊക്കെ കിട്ടുമ്പോൾ പിന്നെ ഇങ്ങനെ അയച്ചിട്ട് പോയൊക്കെ വെക്കുമ്പോൾ വൃത്തിയായില്ലല്ലോ. അങ്ങനെ അല്ലേ ചുരുട്ടി കിട്ടിയ അമ്മച്ചിമാരെ പോലെ വെച്ചേക്കണോ അങ്ങനെയൊക്കെ. എന്നിട്ടേക്ക് അപ്പോൾ ഞാൻ അങ്ങനെ നാച്ചുറൽ ഡൈയൊക്കെ ചെയ്തായിരുന്നല്ലോ. നാച്ചുറൽ ഡൈ പിന്നെ നമ്മളുടെ VIP ഡൈ, ഇതൊക്കെ അത് കെമിക്കൽ ഡൈ, അതൊക്കെ ഞാൻ ചെയ്തല്ലോ. എല്ലാം ബെറ്റർ ആട്ടോ. പക്ഷേ എങ്കിൽ നമ്മുടെ മുട്ടയുടെ വെള്ളയും ചായമട്ടും മൈലാഞ്ചിയും കൂടെ ഇട്ട് ഞാൻ പറയത്തില്ല, എല്ലാ ആഴ്ചയിലും നിങ്ങൾ ചെയ്തോണം, വീക്കെൻഡിൽ ചെയ്തോണം. സൂപ്പറായിട്ട് മുടി വളരും. ഒരു മുടിയും പിന്നെ നരച്ച് വരത്തില്ല. നരച്ച മുടിയെല്ലാം അങ്ങ് മങ്ങി പൊക്കോളൂ. ഇത് സ്ഥിരം ചെയ്യുക. പിന്നെ ഇല്ല, ഒരു മുടിയും പുതിയതായിട്ട് വരുന്നത് നരച്ചും വരത്തില്ല. നമ്മൾ നല്ല പവറായിട്ട് മുടി ഇരുന്നോളൂ. എന്നിട്ട് എപ്പോഴും കറുത്തിരുന്നോളൂ. മുടി വളരും. ഉള്ളുവെക്കൊക്കെ ചെയ്യുന്നത് എല്ലാ ആഴ്ചയിലും ചെയ്യണമെന്നല്ല. പക്ഷെ ഞാനത് മടിച്ചാ. നിങ്ങളെ ഞാൻ അന്ന് കാണിച്ചില്ല. അന്ന് മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൂ. പണ്ട് കൂട്ടുകാർ പറഞ്ഞു തന്നാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ. പക്ഷേങ്കിൽ സൂപ്പറായിട്ടോ. അത് നിങ്ങൾ വേണമെങ്കിൽ മടിയില്ലാത്തവരൊക്കെ ചെയ്തോണം, എല്ലാ ആഴ്ചയിലും ചെയ്തോണം. സൂപ്പർ. പിന്നെ ഈയിടെ നമ്മൾ കണ്ടുപിടിച്ചത് നമ്മളുടെ ജയക്കൊച്ച് പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത് നോക്കിയ ക്ഷമാനിഹാർ ചുമ്മാ ആ ഒരു പാക്കറ്റ് മാത്രം പൊട്ടിച്ചിട്ട് 15 മിനിറ്റ് കലക്കി വെച്ചിട്ട് നമ്മൾ തലയിൽ തേച്ചിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ കഴുകി കളയുമ്പോൾ തന്നെ മുടി മുഴുവൻ നല്ല ഡാർക്ക് ബ്രൗൺ ആവും. സൂപ്പർ കളർ ചെയ്തുപോലെ ഇരിക്കും, ഒരു വൃത്തികേടും ഇല്ല. പിന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളർ കേട്ടോ. എന്നിട്ട് അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ചേരുന്നുണ്ട്. നെല്ലിക്ക അവിടെ ഇരിപ്പുണ്ട്. നെല്ലിക്ക ഞാൻ 6 ഒരു ബിഗ് പാക്കറ്റാണ് വെച്ചത്. അതിനകത്ത് 6 സാഷ ഉണ്ടായിരുന്നു. അപ്പോൾ 2 ഇപ്പോൾ ഉപയോഗിച്ച് നമ്മൾ, ഇനി ബാക്കിയുണ്ട്. അപ്പോൾ അതിനകത്ത് നെല്ലിക്ക വേറെ ഏതാണ്ടൊക്കെ പണമുണ്ട്. എനിക്കൊന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ സൂപ്പർ. ഞാൻ എന്നിട്ട് ആദ്യത്തെ ദിവസം ഈ സാഷിയെ മാത്രം പൊട്ടിച്ചിട്ട് തേക്കുമായിരുന്നു. ശരി, കലക്കി വെച്ച് അത് മാത്രം തേച്ചിട്ട്. ഇപ്പം ഈ മിനിഞ്ഞാന്ന് ഞാൻ തേച്ചപ്പോൾ ഉണ്ടല്ലോ, അതും പിന്നെ നമ്മുടെ എന്തായിരുന്നു വെച്ചാൽ ഭൃംഗരാജ്, നമ്മുടെ കയ്യന്യം പിന്നെ നീലേമരി, ഇത്രയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് തല ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം അല്ലേ എടുത്ത് തേച്ച് 2 മണിക്കൂർ 2.5 മണിക്കൂറോളം തലയിലിരുന്നു. നോക്കി സൂപ്പറായിട്ട് ഇതുണ്ടോ, കാണാവോ? സൂപ്പറായിട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഫോൺ തിരിച്ചിങ്ങനെ വെച്ചേക്കുക. അപ്പം എന്നാ നല്ല സൂപ്പറാണ്. ഇപ്പം ഞാൻ രാവിലെ മുടി ചെയ്യപ്പില്ലേ, ഒരു മുടി പോയിട്ടോ. അതെന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ച് കിടക്കുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് വലിയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ബാൻഡേൽ ഇങ്ങനെ ഉടക്കി കുറഞ്ഞ പൊട്ടുന്നതായിരിക്കും. ഒരെണ്ണം പോയി കേട്ടോ. പക്ഷേ ഒന്നും എൻ്റെ ദേഹത്തൊന്നും ഇല്ല. പണ്ടൊക്കെ നമുക്ക് ഒത്തിരി മുടി പൊടിയായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ ഇത് തെച്ചിട്ട് ഈ പുതിയ ഈ മൈലാഞ്ചി ക്ഷമാനിഹാർ മൈലാഞ്ചി തെച്ചിട്ട് മുടി നല്ല കളർ ആയിട്ടിരിക്കുന്നു. നര കാണാനില്ല. പിന്നെ താരം ചൊടിയുന്നില്ല. പിന്നെ നല്ല തിക്നെസ്സാണ്. ഇത് തേച്ചിട്ട് നമ്മൾ കഴുകി ഉണക്കി കഴിയുമ്പോൾ ഷാമ്പൂ എന്നിട്ട് കഴിയില്ല, ചുമ്മാ പച്ചവെള്ളത്തിൽ കഴിയാൽ മതി. എന്നിട്ടില്ലേ നല്ല തിക്കായിട്ടായിരിക്കുന്നത്. ഞാൻ എന്നിട്ട് കഴുകി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക്, കഴുകി കഴിഞ്ഞാൽ 1 മണിക്കൂറാണോ 1/2 മണിക്കൂറൊക്കെ കഴുകിയിട്ട് ഉണങ്ങി ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ടാക്സി വന്നു. ഞാൻ അന്നേരം പെട്ടെന്ന് ഞാനും ആരണം എളുപ്പം എൻ്റെ അമ്മേനെയും എൻ്റെ വീട്ടിൽ 1 കിലോമീറ്റർ അപ്പുറമാണ്, കഞ്ഞിക്കുഴിയിലെ കോട്ടയത്തെ. ഇത് കളത്തിപ്പടി, അതെൻ്റെ വീട് കഞ്ഞിക്കുഴി 1 കിലോമീറ്റർ അപ്പുറം. എന്നിട്ട് അമ്മേനെയും കൂട്ടിക്കൊണ്ട് എളുപ്പം ഞങ്ങൾ അമ്മ വീട്ടിൽ പാലായി പോയി. സൂപ്പറായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ആ വീട്ടിൽ പോകുന്നത്. ഏതാണെന്നറിയാം, എൻ്റെ അമ്മയുടെ അനിയത്തിയെ കെട്ടിച്ച് വിട്ട വീട്ടിൽ. അമ്മയുടെ അനിയത്തിയെ കെട്ടിച്ചപ്പോൾ എൻ്റെ പ്രായം, എൻ്റെ അമ്മയുടെ ഇളയ അനിയത്തി എൻ്റെ പ്രായം. അപ്പോൾ ആ ആൻറ്റിയെ കെട്ടിച്ചപ്പോൾ, പക്ഷേ ഞാൻ ആൻറ്റീന്നാണ് വിളിക്കുന്നത്. ആൻറ്റിയുടെ ഹസ്ബൻഡിനെ ഞാൻ ചിറ്റപ്പാന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് ചിറ്റപ്പനൊക്കെ എൻ്റെ പ്രായമേ ഉള്ളൂ, എന്നേക്കാൾ വല്ലോ 1 വയസ്സിന് മൂത്ത് അത്രയേ ഉള്ളൂ. എന്നിട്ട് ഞാനില്ലേ കെട്ടിച്ച് വിട്ട വീട്ടിൽ, ഞങ്ങൾ പള്ളി കല്യാണം കഴിച്ച് കെട്ടിച്ച് കുറച്ച് പേരെ കെട്ടിച്ച് കയറ്റാൻ പോയുള്ളൂ. അതോ ഇനി പോയോ ഒന്നും ഓർമ്മയില്ല, വർഷങ്ങൾക്ക് മുമ്പല്ലേ. എന്നിട്ടേക്ക് 10-25 വർഷം
ആയി കാണും, ഓർക്കുന്നില്ല. എന്നിട്ട് കേൾക്ക് ഞാൻ ഇപ്പോഴാദ്യമായിട്ട് അവർ പുതിയ വീട് വെച്ച്, ഇപ്പോൾ പഴയ വീട് തറവാട് വീട്, അതിപ്പം പഴയതായില്ല, അത് ചുമ്മാ അവിടെ ഇട്ടേക്കുക. പിന്നെ അവിടെ പോയി അവർ പറമ്പി കൃഷിയൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെ വേറെ പുതിയ വീട് വെച്ച്, ശരിയാ, നല്ലൊരു വീടാട്ടോ, പുതിയൊരു വീട് വെച്ച്. എന്നിട്ട് ആ അമ്മച്ചിയെ കാണാൻ പോയേ, എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ അമ്മായിമ്മ, എൻ്റെ പൊന്നു 89 വയസ്സാണ് അമ്മച്ചിക്ക്. 2 കണ്ണും ഒരു 2 വർഷം മുമ്പ് കാഴ്ച നഷ്ടപ്പെട്ടു. അമ്മച്ചിക്ക് പ്രായമായതിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് അമ്മച്ചിക്ക് എല്ലാവരോടും കലിപ്പ്, ഭയങ്കര കലിപ്പ. അമ്മച്ചി എല്ലാവരെയും ചുമ്മാ തെറി വിളിക്കും, ഭയങ്കര ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള തെറിയ, കൂടിയ തെറികളില്ല അതാ വിളിക്കുന്നത്. കുഞ്ഞെ പട്ടി അങ്ങനെയൊന്നും അല്ല, അമ്മച്ചി ഭയങ്കര കൂടിയ കളുടിയന്മാരൊക്കെ വിളിക്കത്തില്ലേ, അങ്ങനത്തെ തെറികളെ വിളിക്കുന്നത്. ഇവിടുന്ന് പഠിച്ചെന്ന് അറിയത്തില്ല. എൻ്റെ പൊന്നോ, എന്നെ കുളിര് വരുന്നത്, എന്നെ വിളിച്ചത് അതാ പറയാൻ വരുന്നത്. എന്നിട്ട് കേൾക്കും ഞാൻ. എന്നിട്ട് എനിക്ക് പ്രായമായത് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് എൻ്റെ വല്യപ്പനും വല്യമ്മയും മരിച്ചു പോയില്ലേ, എൻ്റെ അമ്മയുടെ അപ്പനും അമ്മയും മരിച്ചു. എൻ്റെ അപ്പൻ്റെ അമ്മയും സങ്കടം വരും. എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചി 2 അമ്മയുടെ അമ്മയും അപ്പനും എൻ്റെ അപ്പൻ്റെ അമ്മയും അപ്പനും മരിച്ചുപോയി. അപ്പം അയ്യോ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ വിഷയമാണ്, എനിക്ക് ഭയങ്കര കടച്ചിൽ വരും. അപ്പം എനിക്ക് ഈ പ്രായമായവരെ കാണുമ്പോൾ എനിക്കത് ഭയങ്കര വിഷമം. അന്നേരം ആ അമ്മച്ചിയെ കാണാതെ ഞാൻ ചക്കയെല്ലാം വാങ്ങിച്ച് ടാക്സി പിടിച്ച് എൻ്റെ അമ്മയും ഞങ്ങളെല്ലാം പോയത്. എന്നിട്ട് മരിക്കാറായവരുടെ ഒരു ആഗ്രഹമില്ല, പക്ഷെ അമ്മച്ചീനെ ആ മക്കൾ പൊന്നുപോലെ. എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡില്ലേ ഞാൻ ചിറ്റപ്പം എന്ന് പറഞ്ഞത്, 1 വർഷമായിട്ട് ഇൻഡോറിൽ അവർ 23 വർഷമായിട്ട് ഇൻഡോറിൽ ഫ്ലാറ്റൊക്കെ വാങ്ങിച്ചു. അവർ ഹോസ്പിറ്റൽ ജോലിയാണ്. അമ്മയുടെ അനിയത്തി നേഴ്സും ചിറ്റപ്പൻ ഫിസിയോതെറാപ്പിസ്റ്റ് അല്ല എക്സ്റേ ടെക്നീഷ്യൻ. അപ്പം എന്നിട്ട് പിന്നെ അവർ 23 വർഷമായിട്ട് അവിടെ ഫ്ലാറ്റൊക്കെ വാങ്ങിച്ച് കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് അവരവിടെ താമസിക്കുന്നത്, സെറ്റിലാണ് കേട്ടോ അവിടെ. എന്നിട്ട് ഇപ്പം ചിറ്റപ്പൻ ജോലി റിസൈൻ ചെയ്തിട്ട് 1 വർഷമായിട്ട് ഈ അമ്മച്ചിയെ നോക്കാൻ വന്നിരിക്കുക. കാരണം കണ്ണ് കാണാൻ മേലാത്ത കാരണം ഭയങ്കര ദേഷ്യമോ, എല്ലാവരും തെറി വിളിക്കുക. അന്നേരം പിന്നെ ചുമ്മാ ഇറങ്ങിയാണ്, കണ്ണ് കാണാൻ മേലാഞ്ഞിട്ട് ദേഷ്യത്തിന് ഇറങ്ങിയൊക്കെ പോകും. അന്നേരം പിന്നെ വീട്ടിൽ എൻ്റെ അമ്മച്ചിയുടെ മകൾക്കാണെങ്കിൽ ജോലിയുണ്ട്, എല്ലാവർക്കും ജോലിയുള്ളവർ. അപ്പോൾ ആർക്കും വന്ന് പിന്നെ അവരൊക്കെ ഈ നാട്ടിലുള്ളവരാണ്, പക്ഷെ അവരാരും വന്ന് കൂടെ നിന്ന് നോക്കാതെ. പക്ഷേ ഈ അമ്മച്ചിയുടെ മകളുടെ കൂടെ അമ്മച്ചിയെ കൊണ്ടാക്കിയായിരുന്നു. പക്ഷേ ആ മകൾക്കും ജോലിയുണ്ട്, മകളുടെ ഹസ്ബൻഡ് മരിച്ചു പോയത്. മകൾക്ക് 4 മക്കളുള്ള, അവരെല്ലാം ജോലിയും ഒക്കെ ഉള്ളവരായിട്ട് ആരും നോക്കാനില്ല. അപ്പോൾ ഈ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് ചിറ്റപ്പനില്ലേ, നല്ലതായിട്ട് ആ 1 വർഷമായിട്ട് റിസൈൻ ചെയ്ത് വന്ന് നോക്കുക. പക്ഷേ അമ്മച്ചി കണ്ണ് മേലാത്തതുകൊണ്ട് എല്ലാവരോടും ദേഷ്യമാണ്, തെറിയാണ് അങ്ങോട്ട് വിളിക്കുന്നത്. ഞാൻ അന്നേരം ഉണ്ടല്ലോ ഇങ്ങനെ ഊട്ടി അങ്ങോട്ട് കാറിൽ നിന്ന് ഇറങ്ങുകയും ഞാൻ ഊട്ടിച്ച് അമ്മച്ചേന്ന് വിളിച്ച് എന്നോണം എന്നാണ് ഒറ്റ ആട്ട് മാലപ്പുറക്കം പോലെ കുറേ തെറി. പക്ഷെ എനിക്കറിയാം ഇത് മേലാത്തവർ, ബോധമില്ലാത്തവർ. അമ്മച്ചിക്ക് ഒരു മെൻ്റൽ പോലെ ഇങ്ങനെ ഒരു എന്ന് വെച്ചാൽ കണ്ണ് കാണാൻ മേലാത്ത കാരണം അങ്ങ് ഭയങ്കര ഇതായി. അങ്ങനെ വന്നാണ് തെറിവിളി തുടങ്ങിയതാണ് 1 വർഷമായിട്ട്. എന്നിട്ട് എന്നെ തെറി വിളിച്ചപ്പോൾ പക്ഷേ എനിക്ക് മനസ്സിലാവും, ഞാൻ ചിരിച്ചതാണ്. ഞാൻ സങ്കടപ്പെട്ടൊന്നുമില്ല, എനിക്ക് ചിരിയേ വന്നുള്ളൂ, അല്ലാതെ ചമ്മയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ചിരിക്കുവാണ്. ഞാൻ പറഞ്ഞോ അമ്മച്ചിക്ക് മേലാഞ്ഞിട്ടല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഓർക്കുന്നത് എനിക്കെന്തോ സങ്കടം വന്നോ, ഞാൻ ചമ്മിയോ എന്നൊക്കെ. അപ്പം എനിക്ക് പക്ഷേ നമുക്ക് ബോധമില്ലേ, പ്രായമുള്ളവർക്ക് ബോധമില്ലാതെ അവർ ചെയ്യുന്നവർ. അങ്ങനെ ഒരു കഥ എൻ്റെ മുന്നോ. ഞാൻ വീഡിയോ ഓണാക്കിക്കൊണ്ട് എങ്ങാനും ചെന്നിരുന്നെങ്കിൽ കേൾക്കാമായിരുന്നു. ഫുള്ള് വീഡിയോ ഇല്ല. ഞാൻ ഏക്കാലും ആദ്യമായിട്ട് ഇരുന്നൊരു വീഡിയോ വേണ്ട, മര്യാദ വേണ്ട. നമ്മൾ യൂട്യൂബറാന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ പിടിച്ച മോശം. ഞാൻ അന്നേരം നമ്മുടെ വീടാന്നൊക്കെ പറഞ്ഞാലും ഞാൻ പതുക്കെ അമ്മച്ചിയെന്നൊക്കെ വിളിച്ചിരുന്നു. എൻ്റെ മുന്നോ എന്നെ കുറേ നേരത്തേക്ക് എല്ലാവരും എന്നെ ഇട്ടങ്ങ് വാരുമായിരുന്നു. ജോമോള് ചമ്മിയാവുന്നൊക്കെ ഉള്ള രീതിയിൽ എല്ലാവരും അങ്ങ് ജോമോളിനെ എന്നെ വീട്ടിൽ വിളിക്കുന്നത്. എന്നിട്ട് കേക്ക് എല്ലാവരും എന്നെ നോക്കിയിരിക്കും. പിന്നെ ഞാൻ അമ്മച്ചിയെ ഒരു വിധത്തിൽ സാന്ത്വനപ്പെടുത്തിയിട്ടൊക്കെ പിന്നെ വർത്താനമൊക്കെ പറഞ്ഞപ്പോൾ അമ്മച്ചി ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, പിന്നെ ഇങ്ങനെ ഏതാണ്ടൊക്കെ ഇരിക്കത്തുള്ളൂ. അങ്ങനെ കസേര പിടിച്ച് അവർ ഇരുത്തും കേട്ടോ. പക്ഷെ അങ്ങ് ഒരുപാട് ഗുളിക മേശം ഉറച്ചിരിക്കുന്നില്ല അമ്മച്ചിക്ക് കഴിക്കേണ്ടത്. ഈ കണ്ണിൻ്റെയും പിന്നെ ഈ മെൻ്റെ അങ്ങനത്തെ ഇതുമല്ല. എന്നിട്ട് കേൾക്കും മെൻ്റെന്നല്ല, പക്ഷേ എന്തോ ഒരു ഓർമ്മക്കുറവ്, എന്തോ ബ്രെയിൻ്റെ എന്തോ ഇല്ല. എന്നിട്ട് പിന്നെ ഗുളിക ഒരുപാട് കഴിക്കുമ്പോൾ ചൂടല്ലേ ശരീരത്തിന്, അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ. അവർ നല്ല വൃത്തിക്കാൻ നോക്കുന്ന, ഒരു 6 പ്രാവശ്യം ഒരു ദിവസം കുളിപ്പിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ കുളിപ്പിക്കുമ്പോഴെല്ലാം അമ്മച്ചിക്ക് ചൂടുവെള്ളവും വേണം, പക്ഷേ തലയിൽ നനച്ച് കുളിക്കണം. അങ്ങനെയാണ്. നല്ല ഇത്രയും മുടിയൊക്കെ ഉണ്ട്, നല്ല വെള്ളം മുടി. കണ്ടില്ലേ വീഡിയോയിൽ എല്ലാവരും ഇന്നലത്തെ മെയ്യാനത്തെയൊക്കെ വീഡിയോ പോയി കാണണേ. സൂപ്പർ അമ്മച്ചിയാണ്, മെലിഞ്ഞ് വെളുത്തതല്ലേ. എന്നിട്ട് എപ്പോഴും നല്ല വൃത്തിയാണ്. പിന്നെ അങ്ങനെ ഒരു ഐശ്വര്യമുള്ള അമ്മച്ചി. സ്വർഗ്ഗസ്നേഹ പിതാവി എന്ന് പറഞ്ഞ് എപ്പോഴും പ്രാർത്ഥന ചെല്ലും. വേറെ ഉള്ള ഒന്നും ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. ഞാൻ പാട്ട് പാടാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ നല്ല ആട്ടാക്കി. അയ്യോ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. ആരൻ എൻജോയ് ചെയ്തു. ആരൻ ആദ്യമായിട്ട് എൻ്റെ അമ്മ വീട്ടിൽ ഇങ്ങനെ കുറേ വീടുകൾ ആൾക്കാരും ഉണ്ട്. പക്ഷേ ആരൻ അങ്ങനെ എല്ലായിടത്തും പോയിട്ടില്ല. ആഷർ കുറേ വർഷമായില്ല, ആഷർ പോയിട്ടുണ്ട്. ആരൻ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കിനൊക്കെ തിരക്കായി പോയി. ആരൻ്റെ പപ്പ പുറത്തോട്ടൊക്കെ പോയതുകൊണ്ട് 2011 മുതൽ ആരൻ്റെ പപ്പ ഖത്തറിൽ പോയതുകൊണ്ട് പിന്നെ ഞങ്ങളെ എങ്ങോട്ടും കൊണ്ടുപോകാൻ ആളില്ല. അല്ലെങ്കിൽ അപ്പൻ്റെ വണ്ടിയിൽ ഇങ്ങനെ എല്ലാവരും എപ്പോഴും ഞങ്ങൾക്ക് യാത്രയായിരുന്നു. അതെല്ലാം ഇപ്പം കുറേ 13 വർഷമായിട്ട് പോയില്ലേ. അപ്പം പിന്നെ ആരനെ അങ്ങോട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ ആരെ അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആരൻ വരാൻ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ആരനും കൂടെ വന്നിട്ട് പോയത്. അയ്യോ അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ അമ്മച്ചിയായിട്ട്. തെറിയൊക്കെ കേട്ടെന്ന് പറഞ്ഞാൽ അതൊരു രസമല്ലേ, അമ്മച്ചിക്ക് മേലാഞ്ഞിട്ടല്ലേ. പിന്നെ ആ പ്രദേശമൊക്കെ നല്ല പക്ക ഗ്രാമപ്രദേശമാണ്. നല്ലതായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ചക്ക കൊണ്ട് കൊടുത്തത് എത്രയുള്ള ഒരു വലിയ 17 കിലോയുടെ ഒരു ചക്ക കൊണ്ട് കൊടുത്തത്. അത് അവർ വേവിച്ചു, പകുതി പഴിപ്പിച്ച് കാണുമായിരിക്കും. പച്ചച്ചക്കയെ അമ്മച്ചിക്ക് കൊടുത്ത് വേവിച്ചും കൊടുത്തു, ബാക്കി പഴിപ്പിച്ചും കാണും കേട്ടോ. അവരൊത്തിരി പേരുണ്ടാവും വീട്ടിൽ, അംഗങ്ങൾ ഒത്തിരി ഉണ്ട്. എന്നിട്ട് പിന്നെ നല്ല സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ പിന്നെ തിരിച്ചുവിടെ വന്നപ്പോൾ ഏതാണ്ട് 9 മണി എങ്ങാണ്ട് ആയെന്ന് തോന്നുന്നു കേട്ടോ. 5:30 പോയത്. 5:30 4:30
അഞ്ചരയാണെന്ന് തോന്നുന്നു. അതെ, അങ്ങനെ അയ്യോ എൻ്റെ പൊന്നോ. അപ്പം ഇങ്ങനെ ധൃതി പിടിച്ച് പോകേണ്ടിയോണ്ട് പെട്ടെന്ന് വണ്ടിയും വന്നതുകൊണ്ട് എനിക്കില്ലേ മുടി എനിക്ക് വീഡിയോ ഞാൻ പിന്നെ പറഞ്ഞില്ലേ മുടി കഴുകിയിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലായിരുന്നു. പക്ഷേ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, പോകുന്ന തിരക്കായിരുന്നു. ഓരോന്നോരോന്ന് എടുത്ത് വെക്കാനും ഓർക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഓർത്തോർത്ത് എടുത്ത് വെച്ചില്ലെങ്കിലോ അത് കാരണം പിന്നെ അങ്ങ് വീഡിയോ പിടിക്കാനൊന്നും സമയമില്ലായിരുന്നു. സൂപ്പറായിട്ടും. അപ്പോൾ ക്ഷമാനിഹാർ തന്നെയാണെങ്കിലും കുഴപ്പമില്ല, അതിനകത്ത് ഇച്ചിരി ബൃങ്കരാജ കയ്യഞ്ഞപ്പൊടിയും ഇല്ലെങ്കിൽ വീട്ടിലുള്ളവർ അരച്ചെടുത്ത് കറിക്കാൻ മതി. പിന്നെ എന്തുമായിരുന്നു നീലയമരി. അപ്പോൾ ഇതെല്ലാം കൂടെ തേക്കുമ്പോൾ എൻ്റെ മുടിക്ക് നല്ല നമ്മുടെ മുടി നല്ലതായിട്ട് ഉള്ളും വെച്ച് നീളവും വെച്ചോളൂ. എൻ്റെ മുടി നിങ്ങൾ ഈ നീളം വെക്കുന്നത് കണക്കാക്കണം. ഞാൻ ഈ വീഡിയോ കാണിക്കുമ്പോൾ മാത്രമല്ലേ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് വളരാതെ ഇങ്ങനെ വളരുന്നുണ്ട്. ഒത്തിരി കടമാനം അങ്ങ് വളരാതെ. ബാക്കിയുള്ളവരൊക്കെ എന്നും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയെങ്കിലും. ഞാൻ വീഡിയോയും ഇടുകയല്ല, ഞാൻ ഒട്ടിക്കൊന്നും തേക്കുകയില്ല. വല്ലപ്പോഴും ഇതുപോലെ തേക്കുമ്പോൾ ഞാനത് നിങ്ങളെ വീഡിയോ ഓൺ ചെയ്ത് വെച്ച് കാണിക്കുന്നുണ്ട്. അപ്പം മാത്രമേ ഈ തലയെ വല്ലതും ചെല്ലുന്നുള്ളൂ, അല്ലാതെ ഒന്നും തേക്കുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് എന്നാലും പക്ഷേ പൊഴിച്ചിലില്ല, താരനില്ല. അതുപോലെ പുതിയ മുടി തല നിറച്ച് കിളുത്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ എൻ്റെ തല നിറച്ച് മുടിയില്ലേ. അല്ല ഇല്ലേ, അതാ. അല്ലാതെ എല്ലാവർക്കും ഇവിടുന്ന് തൊട്ടങ്ങ് കഷണ്ടി കയറി എനിക്കിവിടെ എല്ലാം മുടി ഇങ്ങനെ വളർന്നല്ലേ നിൽക്കുന്നത്. അതാ. നീ താഴോട്ടെന്ന് വെച്ചാൽ എന്നാന്ന് അറിയത്തില്ല, ഇവിടെ ഇങ്ങനെ ഈ എലിവാല് പോലെ കട്ടിയില്ലാതിരിക്കുന്നതെന്ന്. പിന്നെ കുളിച്ചിട്ട് നമ്മൾ വെള്ളം നനഞ്ഞ് ഈ മുടി നോക്കുമ്പോഴേക്ക് ഇവിടം വരെ ഉണ്ട്, ഇവിടം വരെ ഉണ്ട്. അത് ചുരുണ്ട മുടിയല്ലേ എൻ്റെ, അതുകൊണ്ട് ഇങ്ങനെ കയറി അങ്ങ് പോകും. അതാ, ഉണങ്ങുമ്പോൾ നനയുമ്പോൾ ഇങ്ങനെ ഇവിടം വരെ വരും. ഞാൻ നോക്കും ബാത്റൂമിൽ, ഇവിടം വരെ നീളം. ഇത് ചുരുണ്ടായണം കീറി പോകുന്നു. പിന്നെ ഞാൻ ഒരു ഇത് കാണിക്കട്ടെ. ചുരുണ്ട മുടിക്കാർക്കില്ലേ ഒരു ടിപ്പ് പറഞ്ഞു തരാം. ഈ ചീപ്പില്ലേ റോള്, ഈ ചീപ്പ് മുള്ളു പോലത്തെ ഈ ചീപ്പ്, ഇത് ഓൺലൈനിൽ വരുത്തിച്ച്. ഇതിന് മുമ്പ് ഇത് കിട്ടാൻ പാടായിട്ട് ഭയങ്കര വിലയായിട്ട് ഞാൻ ആരുടെ മുടിവെട്ടുകാരനില്ലേ ബാർബർ, അപ്പം പുള്ളിയോട് ഞാൻ പറഞ്ഞു, പുള്ളി എറണാകുളത്ത് നിന്ന് അവരുടെ കടയെ വരുത്തിക്കുന്നിടത്തുനിന്ന് എനിക്ക് ഇതുപോലൊരു ചീപ്പ്. ഇത് പ്ലാസ്റ്റിക്, പക്ഷെ പുള്ളി തടിയായിരുന്നു ഇവിടെ. അങ്ങനത്തെ ഒരു ചീപ്പ് 100 രൂപയ്ക്ക്, അത് 100 രൂപയ്ക്ക് പുള്ളി വാങ്ങിക്കുന്നിടത്തുനിന്ന് എനിക്ക് വരുത്തിച്ച് തന്നു. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചത്. ഇത് ഏതാണ്ട് 100 താഴെയാണ്. ഇത് വെച്ച് നമ്മളെല്ലാ ദിവസവും രാവിലെ പിന്നെ എപ്പം മുടി നമ്മൾ ചെയ്യുന്നൊന്നുമില്ല, ഇത് വെച്ച് ചെയ്യുവാണെങ്കിൽ ചുരുണ്ട മുടിക്കാരുടെ മുടി നല്ലതായിട്ട് നീണ്ടു വരും. ഇപ്പം ഇങ്ങനെ ചുരുണ്ടിരിക്കുകയെന്ന് വെച്ചോ. വീഡിയോ കുറച്ച് സമയം കഴിയുമ്പോൾ ഓഫ് ആയിപ്പോൾ തന്നെ. അങ്ങനെ ഇത് കണ്ടോ, നല്ല കണ്ടോ നീണ്ടിരിക്കുന്നത്. അടുക്കളയിൽ നിന്നാണോ ചെയ്യുന്നതെന്നൊന്നും ഓർക്കണ്ട, മുറ്റം മുടി പൊടിയുന്നില്ല കേട്ടോ. അപ്പോൾ ദേ ഇങ്ങനെ ഈ ചീപ്പ് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ കണ്ടോ നല്ല നീണ്ടിരിക്കും. എപ്പോഴും ഇത് വെച്ച് ചെയ്യാൻ മതി. നമ്മുടെ മുടി നല്ല നീണ്ടിരിക്കും. ചുരുണ്ട മുടിക്കാർ എപ്പോഴും ഇതുപോലെ അങ്ങ് ചെയ്യാൻ മതി കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാം. ഇന്ന് ഇത്രയും ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. ഇന്ന് വേറെ ഒന്നും എനിക്ക് പാചകമോ അങ്ങനെ ഒന്നും കാണിക്കാനില്ല. അതിൽ ഞാൻ കാണിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ചീപ്പിൻ്റെ കാര്യം നിങ്ങളോടൊന്ന് പറയാനും, പിന്നെ നമ്മുടെ ക്ഷമാനിഹാർ മൈലാഞ്ചിപ്പൊടിയുടെ കാര്യം പറയാനും, പിന്നെ പാലായി പോയ വിശേഷമൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇനി നാളെ ദൈവം സഹായിച്ച എല്ലാ ദിവസവും ഇങ്ങനെ നമുക്ക് വീഡിയോ പ്രീതി കൊച്ച് പറഞ്ഞ പോലെ ഇടാൻ ശ്രമിക്കാം. പിന്നെ ജയയുടെ ചേട്ടന്, നമ്മുടെ ജയക്കൊച്ചിൻ്റെ ചേട്ടന് ക്ഷീണമായിരുന്നു, തലവർക്കായിരുന്നു. ഞാൻ നല്ലതായിട്ട് പ്രാർത്ഥിച്ചോട്ടെ. എനിക്ക് കരച്ചിൽ വന്നു. നല്ലൊരു സ്നേഹമുള്ള ചേട്ടൻ. ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടുള്ളതല്ലേ. ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ വന്നപ്പോൾ ജയയുടെ ചേട്ടനും ജയയും അജിതയും അവരൊക്കെ ഭയങ്കരമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചതാട്ടോ. അമ്മച്ചിയൊക്കെ എനിക്ക് അവരോട് തീർത്താ കടപ്പാടുണ്ട്, സ്നേഹമുണ്ട്. ഞാൻ മരണം വരെ അവരെ മറക്കത്തില്ല. എൻ്റെ യൂട്യൂബ് ഇത്ര ആയെങ്കിൽ ഫസ്റ്റ് ദൈവം, അത് കഴിഞ്ഞ് ജയക്കൊച്ചും അജിതക്കൊച്ചും കാരണം ശ്രീദേവി ഒക്കെ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. പക്ഷേ ഏറ്റവും കൂടുതലുള്ളത് പറയണമല്ലോ, ജയക്കൊച്ചും അജിതക്കൊച്ചും എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. ജയയും അജിതയും പറയുന്ന കേട്ടിട്ട് ശ്രീദേവി, നമ്മുടെ ബീനക്കുട്ടനാണ് ജീന വെറൈറ്റി വ്ളോഗ്സ്, പിന്നെ ശ്രീദേവി കോംപ്ലി, അങ്ങനെ അനേകർ ജയ പറയുന്ന കേട്ടിട്ട് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. യൂട്യൂബേഴ്സ് ആയവരും അല്ലാത്തവരും ഒക്കെ കേട്ടോ. അപ്പോൾ എനിക്ക് ഒരിക്കലും അവരെ മറക്കാൻ പറ്റത്തില്ല. ആ ചേട്ടൻ ഒത്തിരി ഞങ്ങളെ സ്നേഹിക്കുന്നുള്ള പ്രാർത്ഥിക്കുന്ന കേട്ടോ. അതുകൊണ്ട് നമുക്കൊന്നും തരുന്നതിലും എടുക്കുന്നതിലും എല്ലാം എത്ര തന്നാലും തികയോ. ആർക്കും ആരുടെ അങ്ങനെ ആഗ്രഹിക്കില്ല, ആരും അങ്ങനെ ചെയ്യേണ്ട. പ്രാർത്ഥനയാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ ശക്തി. അപ്പോൾ പ്രാർത്ഥിക്കുന്നവരെ നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മുടെ കാര്യം കഴിഞ്ഞ് രക്ഷപ്പെട്ടു, ഞാൻ വലിയ യൂട്യൂബറൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇവരെയൊക്കെ മറക്കാൻ പറ്റുമോ? ദൈവം എന്ന് ഒരു നാളോട്ടിടും. അങ്ങനെ ഇടുന്നതുകൊണ്ട് പേടിച്ചിട്ടല്ല, ഞാൻ അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഞാൻ ആരെയും അങ്ങനെ ചതിക്കോ മറക്കോ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ എല്ലാവർക്കും വേണ്ടി, എൻ്റെ ശത്രുവിന് വേണ്ടി വരെ പ്രാർത്ഥിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇവരോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ജയക്കൊച്ചിൻ്റെ ചേട്ടനെ ദൈവം സൗഖ്യം കൊടുക്കട്ടെ. പിന്നെ വേറെ ഏതാണ്ട് പറയുന്നുണ്ടല്ലോ, പ്രീതി കൊച്ച് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഏതാണ്ട് അപ്പം എല്ലാവരും ഇങ്ങനെ പറഞ്ഞതുകൊണ്ട്, അല്ല പ്രീതി കൊച്ചും എല്ലാവരും എന്നെ എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയുന്നതുകൊണ്ട് ഞാൻ വീഡിയോ ഇനി എല്ലാ ദിവസവും മുടങ്ങാതൊക്കെ ഇടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരൻ്റെ പരീക്ഷയാണ്, എല്ലാവരും പ്രാർത്ഥിക്കണം. ആരൻ്റെ +2 ഫുൾ മാർക്ക് എല്ലാ വിഷയത്തിനും കിട്ടണം. എന്നാലേ വല്ലോ പ്രയോജനമുള്ളൂ. കാരണം ഡിഗ്രിക്കൊക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ മാർക്കില്ല, 100% മാർക്കില്ലാതെ ആരും എടുക്കത്തില്ലെന്നേ. കാരണം എനിക്ക് അങ്ങ് വെപ്രാളോ. ആഷറിനാണെങ്കിൽ +2 ഒരു 80% അടുത്തേ ഉള്ളായിരുന്നേ. പക്ഷേ പിന്നെ 10ൽ 90% അടുത്തുണ്ടായിരുന്നു. ഇതുപോലെ പഠിച്ചിട്ട് ഈ കൊച്ചിന് ആഷറിന് മാർക്ക് കുറഞ്ഞു പോയത്. അത് എഴുതേണ്ട രീതിയിലൊന്നും അത്ര അങ്ങോട്ട് എഴുതുന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലേ ഭയങ്കര പഠിത്തം. ഇവർ രണ്ടും ഭയങ്കര, ആഷറ ഭയങ്കര പഠിത്തം, ആരൻ അത്ര അങ്ങോട്ട് ഇല്ലെങ്കിലും. പക്ഷെ ഇപ്പം ആരൻ ഭയങ്കരമായിട്ട് ഫുൾ ഇരുന്ന് പഠിക്കുന്നുണ്ട്. പക്ഷേ എഴുതേണ്ട രീതി ശരിയല്ലായിരിക്കും. അതുകൊണ്ട് പാരഗ്രാഫ് തിരിച്ചും ഹാൻഡ് റൈറ്റിംഗ് നല്ലതായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെയൊക്കെ എഴുതാത്തതിൻ്റെ ആയിട്ട് കുറച്ച് മാർക്കുകളൊക്കെ ഇങ്ങനെ പോകുന്നു.
അപ്പോൾ ഞാൻ ഈ കൂടെ ഇരുന്ന് എഴുതിപ്പിച്ച് പഠിപ്പിക്കണമെന്നൊക്കെ എനിക്ക് ആരോഗ്യം കിട്ടാനും ആരന് ആരോഗ്യം കിട്ടാനും ആഷറിന് സെം എക്സാം ആണ് ഈ നവംബർ തൊട്ട് ഡിസംബറിൽ വരെ. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ആഷറിൻ്റെ അവിടെയൊക്കെ കാലാവസ്ഥ ഇപ്പോൾ മഴക്കാലം, അപ്പോൾ അതൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാവരും ആഷറിനും ആരനും വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കും രോഗമൊന്നും വരാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ഇപ്പം ഞാൻ എല്ലാ ദിവസവും ഉള്ള ചർച്ചിൽ പോക്കൊന്ന് നിർത്തിയിരിക്കുക. ആരൻ്റെ പരീക്ഷ കഴിയാതെ ഇനി ഞാൻ ഒരു മെയ് മാസം കഴിയാതെ അടുത്ത ജൂൺ തൊട്ടല്ലാതെ ഞാനിപ്പം ബാക്കിയുള്ള എല്ലാം മാറ്റി വെച്ചിരിക്കുക. ഞായറാഴ്ച മാത്രമേ പോകുന്നുള്ളൂ. കാരണം നമ്മൾ വീട്ടിലെ എല്ലാം തീർത്ത് ആരൻ വരുമ്പോൾ നമ്മൾ വളരെ റെഡിയായി ആരൻ്റെ കൂടെ ഇരിക്കണ്ടേ. അതുകൊണ്ട് എല്ലാ കാര്യവും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. എല്ലാവരും അതൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും എല്ലാ ദിവസവും കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ എന്തുവാ പറയുന്നത്, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന എനിക്ക് ഇതുവരെ ഏറ്റവും അനുഗ്രഹമായിരുന്നു കേട്ടോ. അപ്പം പ്രീതിക്കൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് ഒത്തിരി ലെങ്ത് ആയിപ്പോയി, പക്ഷേ എല്ലാവരും കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ. അപ്പം നാളെ മുതൽ ഒരു 5 മിനിറ്റ് കൂടി വന്ന 10 മിനിറ്റിൻ്റെ വീഡിയോ നാളെ മുതൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പാചകമോ എന്തെങ്കിലുമൊക്കെ ഇടുക. പാചകം അങ്ങനെ ചെയ്യാറില്ല. ആഴ്ചയിൽ 2 പാചകമൊക്കെ അല്ലെ 3 പാചകമൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഉള്ളത് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു 2, 3, 5 മിനിറ്റ് നമുക്ക് വീഡിയോ ഇടാം. എല്ലാ ദിവസവും വരണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഓക്കെ, നാളെ അടുത്ത പുതിയ വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ. ചക്കരയമ്മ.